ഗൈസ് എല്ലാവരെയും സ്കൾ ബ്രോ ഗെയിമിങ്ങിലേക്ക് ഒരു കൂടി സ്വാഗതം. ഗൈസ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു റിവ്യൂകാസ്റ്റ് വീഡിയോ ആണ്. കാരണം ഇന്ന് നമ്മൾ ഒരു മൈൻക്രാഫ്റ്റ് ലെജൻഡ് എന്നറിയപ്പെടുന്ന ഹീറോബ്രെയിൻ എന്നാണ് NHDയുടെ കഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. അത് ഗൈസ്, ആരാണ് ഹീറോബ്രെയിൻ, എന്താണ് ഹീറോബ്രെയിൻ, എന്തിനാണ് ഹീറോബ്രെയിൻ ഈ വേൾഡിലേക്ക് വന്നത്, എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ലാഗ് അടിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്നായിരുന്നു ഹീറോബ്രെയിൻ്റെ തുടക്കം. ഒരാൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുകയായിരുന്നു. അതിൽ പറഞ്ഞത് തൻ്റെ സിംഗിൾ പ്ലെയർ വേൾഡിൽ പല വേർഡ്നെസ് ആയിട്ടുള്ള കാര്യങ്ങളും പല സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നു എന്നാണ് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞത്. അയാളുടെ വേൾഡിൽ മരങ്ങൾക്ക് ഇലയില്ലാത്ത മരങ്ങളും പലയിടത്തും ഡേർട്ട് വെച്ചുണ്ടാക്കിയ പിരമിഡ്സും 2x2 ടണൽസ് ആരോ ഒഴിച്ചു വച്ചിരിക്കുന്നതും ഒക്കെയാണ് ഇദ്ദേഹം കാണുന്നത്. ഒരിക്കൽ ഇദ്ദേഹം ഇതേപോലെ കളിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഒരു രൂപത്തിനെ കണ്ടു. ദൂരെന്ന് ഒരു മഞ്ഞ് മൂടൽക്കിടയിൽ ഒരു രൂപം കണ്ടു. ഒരു ശൂന്യമായിട്ടുള്ള കണ്ണുകളുള്ള ഒരു സ്റ്റീവിൻ്റെ ക്യാരക്ടർ. ഇയാളത് കണ്ട് കുറച്ച് പേടിച്ചു. അപ്പോഴാണ് ഇയാൾ സ്ക്രീൻഷോട്ട് എടുത്ത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടുന്നത്. ഇയാൾ ഇതിനെക്കുറിച്ച് കുറേ സെർച്ച് ചെയ്ത് പോയായിരുന്നു. പക്ഷേ ഇയാൾ സെർച്ച് ചെയ്ത് പോയതെല്ലാം ഒരു യൂസർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തായിരുന്നു. ആ യൂസർ അക്കൗണ്ടിൻ്റെ പേരായിരുന്നു ഹീറോബ്രെയിൻ. ഹീറോബ്രെയിൻ എന്ന് പറഞ്ഞ യൂസർ അക്കൗണ്ട് സെർച്ച് ചെയ്ത് പോകുമ്പം ഇയാൾക്ക് അങ്ങനത്തെ ഒരു യൂസർ അക്കൗണ്ട് എക്സിസ്റ്റ് ആവുന്നില്ല എന്നാണ് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഗൈസ് ഇത്ര വരെയാണ് കുറച്ച് തരംഗമായത്. ഹീറോബ്രെയിൻ കുറച്ച് തരംഗമായത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത്ര വലിയ ആൾക്കാരൊന്നും മൈൻഡ് കൊടുക്കാൻ പോയില്ല. കണ്ട ആൾക്കാരൊന്നും മൈൻഡ് കൊടുക്കാൻ പോയില്ല. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് ബ്രോക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീം സർവീസിൽ കോപ്ലാൻഡ് എന്ന് പറയുന്ന യൂസർ തൻ്റെ സിംഗിൾ പ്ലെയർ വേൾഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അയാളുടെ വീടിൻ്റെ അകത്ത് ഒരു ശൂന്യമായിട്ടുള്ള കണ്ണുള്ള ഒരു സ്ത്രീ ക്യാരക്ടറിനെ അയാൾ കണ്ടത്. പെട്ടെന്ന് ഇയാൾ അലറി വിളിച്ച് റൂമിൻ്റെ പുറത്തോട്ടോടി. കേസ് അപ്പം പുറത്തോട്ടോടി എൻ്റെ ലൈവ് സ്ട്രീം കട്ടാവുകയാണ്. ഓക്കെ കേസ്, അന്ന് മുതലാണ് ഹീറോബ്രെയിൻ തരംഗമായത്. മൈൻക്രാഫ്റ്റിൽ തരംഗമായത്, എല്ലാവരും പേടിപ്പിക്കുന്നു. പലരും വേൾഡിൽ ഹീറോബ്രെയിൻ കളിക്കുന്നതും ഹോണ്ട് ചെയ്യുന്നതൊക്കെ പലരും പറയുന്നുണ്ട്. ഓക്കെ, 8 വയസ്സ് മുതൽ 18 വയസ്സുള്ള എല്ലാവരും വേൾഡിലും ഈ ഹീറോബ്രെയിൻ കയറുന്നതും ഹോണ്ട് ചെയ്യുന്നതും പറയപ്പെടുന്നു. ഓക്കെ കേസ്, അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് തള്ളാണ്. കാരണം എനിക്കുണ്ടായാലേ ഞാൻ ഇത് വിശ്വസിക്കുകയുള്ളൂ. കാരണം ഇത് തള്ളാണ് കേസ്. അപ്പം ഞാൻ വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വസിക്കും. ഓക്കെ കേസ്, എനിക്ക് പറയാനുള്ളത് എന്താ പറയുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 2011 മുതലുള്ള അപ്ഡേറ്റിൽ റിമൂവ്ഡ് ഹീറോബ്രെയിൻ എന്നും പറഞ്ഞ് കാണിച്ചിരുന്നു. അത്രയ്ക്കും പേടിപ്പിച്ചിരുന്ന ഒരു ആയിരുന്നു ഹീറോബ്രെയിൻ. ഓക്കെ ഗെയ്സ്, അപ്പം ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാർ എന്നൊരു ചാനലുണ്ട്, നമ്മൾ മലയാളികളുള്ള ചാനൽ. ആ ചാനലിൽ ഹീറോബ്രെയിൻ വന്നതായിട്ടും പറയുന്നുണ്ട്. ഓക്കെ ഗെയ്സ്, അപ്പം എന്താണെന്ന് അറിയത്തില്ല. ഇന്നത്തോടെ ഇത്രയേ ഉള്ളൂ. കാരണം ഇതാണ് കറക്റ്റ് എക്സ്പ്ലെയിൻ ഹീറോബ്രെയിൻ്റെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.